ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാർട്ടിയിലൊക്കെ ഇടാൻ പറ്റിയൊരു സെൻറ്റർ ക്ലിപ്പ് നമുക്ക് തന്നെ സ്വയം ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ 70-75 ആ മിനിമം അത്രയൊക്കെ റേറ്റ് വരും കേട്ടോ. അത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സെൻറ്റർ ക്ലിപ്പ് വേണം. ഇതിങ്ങനെയാണ് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ, ഇതെല്ലാവർക്കും അറിയാമല്ലേ. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് മാത്രമല്ല, ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ ഡ്രസ്സിൽ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റോൺ ചെയിൻസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോൺ ചെയിൻ, പിന്നെ സ്റ്റോൺ, വൈറ്റ് സ്റ്റോൺ വേണം. പിന്നെ നമുക്ക് ഒരു ഗോൾഡൻ കളർ, ആ ഗോൾഡൻ കളറ് സ്റ്റോൺ ചെയിൻ്റെ അതേ കളർ തന്നെ സ്റ്റോൺ വേണം. നമ്മൾ 2 കളറാണ് കേട്ടോ സ്റ്റോൺ ചെയിൻ എടുക്കുന്നത്, വൈറ്റും ഗോൾഡും. ഇനി നമുക്കത് അതിൻ്റെ അളവിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ക്ലിപ്പും വന്ന് കുറച്ച് താഴേക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനെത്ര വേണം നീളം നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് 2 കളറിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. ഒരേ അളവിൽ തന്നെ നമുക്ക് രണ്ടും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് B7000 ഗ്ലൂ ആണ് ഞാനിതിവിടെ ഒട്ടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ എല്ലാ പീസസും നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഒട്ടിക്കുന്നത് സ്റ്റോണാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിനൊന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഗോൾഡൻ കളർ ആ വലിയ സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് ഗ്ലൂ തേച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ആ ഹാങ്ങിങ്സ് ആയിട്ടുള്ള സ്റ്റോൺ ചെയിനുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളറ് സ്റ്റോൺ ഒട്ടിച്ച കാരണം ഞാൻ ആദ്യം തന്നെ സിൽവർ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ ആ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് 4 എണ്ണം നമ്മുടെ ക്ലിപ്പുമ്മേ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. ബാക്കിയുള്ളതാണ് നമ്മളത് താഴത്തേക്ക് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ആദ്യം ഒരു 4 പീസാണ് സിൽവർ ഞാൻ ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗോൾഡൻ കളർ 4 പീസ്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് വന്നപ്പോൾ എനിക്ക് അവസാനം വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ എടുത്ത് അവസാനം എത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സെൻറ്ററിൽ ഒന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സെൻറ്ററിൽ ആ ഗോൾഡൻ കളർ 4 പീസ് എന്നുള്ളത് ഒരു 6 പീസ് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് അവസാനമായപ്പോഴാണ് അത് കുറച്ചൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാനതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയിട്ട് 2 എണ്ണം ഗോൾഡൻ കളർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 4 സിൽവർ കളർ കഴിഞ്ഞപ്പോൾ ഞാനിനി 4 ഗോൾഡൻ കളർ വെച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഓർഡറിൽ ഹാങ്ങിങ്ങിൻ്റെ അടിവശം ഒരേ രീതിയിൽ നിൽക്കുന്ന രീതിയിൽ അതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്കങ്ങനെ ആ 4 എണ്ണം ഒട്ടിച്ചെടുക്കാം. അടുത്ത് നമ്മൾ സിൽവർ വെച്ച് കൊടുക്കുകയാണ് 4 എണ്ണം. സിൽവർ 4 എണ്ണം വെച്ച് കൊടുത്തു. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ഫുള്ള് കാണിക്കാത്തത് കേട്ടോ. ഇനിയാണ് സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ വെച്ച് കൊടുക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ 4 എണ്ണം വെച്ച് കൊടുത്താണ് വീഡിയോ എടുത്തത്. പക്ഷേ നമ്മൾ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ അതിനൊന്ന് അങ്ങോട്ട് നീക്കിയിട്ട് അവിടെ 2 ഗോൾഡനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾക്ക് ആ അളവ് പെട്ടെന്ന് അങ്ങനെ നമ്മളിങ്ങനെ ഇടയിൽ കലർത്തി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് മനസ്സിലാവില്ല. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഭാഗത്ത് സിൽവർ ഒട്ടിച്ചെടുക്കുകയാണ്. അതങ്ങനെ ഒട്ടിച്ചെടുത്ത് സിൽവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം അത് അകത്തി സെൻറ്ററിലായിട്ട് 2 സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ 6 എണ്ണം സെൻറ്ററിൽ ഗോൾഡൻ കളർ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് 2 സൈഡ് ഒരേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സിൽവറും ഗോൾഡും അപ്പോൾ ഒരേ ഇതിൽ വരും. സെൻറ്ററിൽ ആ 2 എണ്ണം ഒട്ടിച്ചു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പിന്നെ 2 എണ്ണം ഇപ്പുറത്ത് ഒട്ടിച്ചു കൊടുത്താൽ അത് ഭംഗി ഉണ്ടാവില്ല. ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത ആ ഗോൾഡൻ കളർ സ്റ്റോൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതവിടെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഗോൾഡൻ കളറുള്ള സെൻറ്റർ പോർഷനിൽ നമുക്കൊരു സിൽവർ കളർ സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനതും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിതുപോലുള്ള വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസ് ഒന്നൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അതിന് നമ്മുടെ പാർട്ടി വെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പല കളർ വെച്ച് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വർക്ക് ചെയ്തും കൊടുക്കാം കേട്ടോ. ചെറിയ എമൗണ്ടിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.